രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടാം. എന്നിട്ട് നമ്മൾ അടിവശത്ത് ഒരു 1.5 ഇഞ്ച് ഒരു ലൈൻ കൊടുക്കുക. ഇവിടെ നിന്ന് മുകളിലേക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ വേണ്ടത് 15 ആണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ട് വീണ്ടും ആ മാർക്ക് ചെയ്ത ലൈനിലൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇത് തയ്യൽ തുമ്പാണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഷോൾഡർ 11 ആണ്. അപ്പോൾ ആ 11ൻ്റെ പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് 5.5 നമുക്ക് ഷോൾഡറിലൂടെ മാർക്ക് ചെയ്യാം. 5.5 ഷോൾഡർ മാർക്ക് ചെയ്തു. കുറച്ച് നീക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരു മാർക്ക് ചെയ്യുന്ന ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 5.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് കൈക്കുഴിയുടെ അകലം നമുക്ക് വീണ്ടും ഒരു 5.5 തന്നെ മാർക്ക് ചെയ്യാം. 5.5 മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നെക്കിൻ്റെ വിടുത്താണ്. നെക്കിൻ്റെ വിടുത്ത് നമുക്ക് മൊത്തം 6 ആണ് വേണ്ടത്. അപ്പോൾ 6ൻ്റെ പകുതി 3. അപ്പോൾ 3 ഫുള്ള് നമ്മൾ ഇവിടെ എടുക്കാൻ പാടില്ല. ഒരു 2 പോയിൻറ്റ് കുറച്ച് എടുക്കാൻ പാടുള്ളൂ. ഒരു 2.25 എന്ന രീതിയിൽ നമുക്ക് നെക്കിൻ്റെ അകലം ഇവിടെ മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് 7.5 ആണ്. 7.5 ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഒരു 2.25 മാർക്ക് ചെയ്തിട്ട് 2.25 മാർക്ക് ചെയ്തിട്ട് ഇതൊരു ബോക്സ് ആക്കാം. ഈ മെത്തേഡിലൂടെ നിങ്ങൾ ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. നമ്മൾ വിചാരിക്കും ബ്ലൗസ് ലൈനിങ് ബ്ലൗസ് ഭയങ്കര പാടാണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കട്ട് ചെയ്യാനൊക്കെ വിചാരിക്കും. പക്ഷെ സിമ്പിളാണ് പഠിച്ചു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഈ റിഗാർഡ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആണ് ഞാൻ മറിക്കുന്നത്. നമുക്ക് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒരു അങ്ങനെ വരഞ്ഞു കൊടുത്താൽ നമുക്ക് നെക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ബ്ലൗസിൻ്റെ വണ്ണാണ്. വണ്ണം നമുക്കിവിടെ കിട്ടിയത് 37.5 ആണ്. 37.5യുടെ പകുതി നോക്കാം. 37.5യുടെ 4/1 ഭാഗം. ഇങ്ങനെ ടേപ്പ് മടക്കി എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് മടക്കി നമുക്ക് ഇവിടെ കിട്ടുന്നത് 9.5 ഈ 9.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 5.5 ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. സെൻറ്റർ ഏകദേശം 5.5 എന്ന് പറയുമ്പോൾ 2.25 ഇവിടെ ഒരു മാർക്കിങ് കൊടുത്തിട്ട് ഈ റിഗാർഡ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇത്തിരി ചെരിച്ച് വെച്ചേക്കണം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇവിടെ ചെരിച്ചിട്ട് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് വരച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റിഗാർഡ് എത്രയാണ് നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ റിഗാർഡ് നമുക്ക് വേണ്ടത് 8.5 ആണ്. 8.5 ഇവിടെ കിട്ടണമെന്ന് നോക്കാം. കറക്റ്റ് 9 നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കിവിടെ 9ൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ 8.5യുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു സ്വല്പം ഒന്നില്ലെങ്കിൽ ഷോൾഡർ സ്വല്പം ഇങ്ങോട്ട് നീക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 5.5 എന്ന് പറഞ്ഞാൽ ഒരു 5.25 ഷോൾഡറിലേക്ക് ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഷോൾഡർ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഈ സെൻറ്റർ വെച്ച് വീണ്ടും നമ്മളൊന്ന് ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ 1-2 തവണയൊക്കെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. 1-2 തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണ്ട. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് നോക്കി ഒന്ന് അളന്ന് നോക്കിയേ. 3-4 കറക്റ്റ് നമുക്ക് 8.5 വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഷോൾഡർ ഇച്ചിരി കുറവ് പോലെ തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഞാൻ ഇപ്പുറം കയറ്റി എടുത്തു എന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൈക്കുഴി കൊടുത്തിരിക്കുന്നത് ഈ 5.5 എന്നുള്ളത് ഒരു 6ലേക്ക് വെച്ച് കഴിഞ്ഞാലും ഈ റിഗാർഡ് കറക്റ്റായിട്ട് കിട്ടും. നമുക്കിവിടെ 8.5 കിട്ടിയിട്ടുണ്ട് റിഗാർഡ്. ഇനി അടിവണ്ണം നമുക്ക് വരുന്നത് 28.5 ആണ്. അപ്പോൾ 28.5യുടെ 4/1 എടുക്കാം.
4 അതിൻ്റെ അതവിടെ മാർക്ക് ചെയ്യാം. 14 ഇത് കണ്ടോ 7 ഇവിടെ 7.25 വരുന്നുണ്ട്. 7 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ലൈനും തമ്മിൽ വരയ്ക്കുക. നമ്മൾ ഏകദേശം ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് മതി തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ അളവ് മെഷർമെൻറ്റ് നമ്മൾ തുണിമേ വരച്ച് കഴിഞ്ഞു. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നെക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. ഇനി ഇവിടെ അടിവശം കട്ട് ചെയ്യാം. ഈ വരയും കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളാണ് അര ബ്ലൗസ്. നമ്മൾ വിചാരിക്കും അര ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ, അയ്യോ എനിക്ക് പേടിയാണ് അര ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അത്ര നമ്മളൊന്ന് ഒന്ന് രണ്ട് തവണ ഈ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് അര ബ്ലൗസ് കിട്ടും. നല്ല പെർഫെക്റ്റായിട്ട് ഇത് കറക്റ്റ് നമ്മുടെ ബോഡി സെറ്റായിട്ട് കിടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. നമുക്കിപ്പോൾ ഈ വരയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വെച്ച് കൊടുക്കാം. ഈ പീസ് നമുക്ക് ബാക്കിലെ പടി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. പീസ് നമ്മൾ ഈ ബാക്ക് വശത്ത് പടി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. മറിച്ചിട്ടതിന് ശേഷം ബ്ലൗസ് തുണിയൊക്കെ നല്ല ലെവലിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന രീതിയാണത് ബ്ലൗസിൻ്റെ. എനിക്ക് എൻ്റെ കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് എപ്പോഴും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറയുന്ന കുറേ കസ്റ്റമറുണ്ട്. അവർക്ക് ഈ മെത്തേഡിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഈ സൈഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കുറച്ച് അറ്റം വരെ അങ്ങ് മാർക്ക് ചെയ്യാം. ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം, ഒരു 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ബാക്ക് പാർട്ട് എടുത്തിട്ട് കൈക്കുഴിയുടെ അവിടെ ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ അത് മാർക്ക് ചെയ്തെടുക്കാം. ഈ ബ്ലൗസിൻ്റെ കൈക്കുഴി കൂടെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരച്ചെടുക്കാം. വരച്ചിട്ട് ഇതിൻ്റെ കഴുത്തിന് ഇതേ അളവിൽ തന്നെ മാർക്ക് ചെയ്യുക. കഴുത്തിൻ്റെ ഇറക്കം നമുക്കിവിടെ വേണ്ടത് 6 ഇഞ്ചാണ്. ഈ 6 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാക്ക് പാർട്ട് ഇതിനകത്ത് മാറ്റി വെച്ചിട്ട് ഇത് ഒരു സ്ക്വയർ ആക്കി എടുക്കാം. കണ്ടോ, സ്ക്വയർ ആക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ആക്കി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾക്ക് ഈ കൈക്കുഴിയുടെ ഈ ലൈനിൽ നിന്ന് ഏകദേശം ഒരു 1/2 ഇഞ്ചിനും കൂടുതൽ, ഒരു 3/4 ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കാം. ഒരു 2.5 2.25 ഈ സെൻറ്റർ കണ്ടുപിടിക്കാം. ഈ സെൻറ്ററിൽ നിന്ന് റിഗാർഡ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ചെരിച്ച് വയ്ക്കുക. മുകളിൽ കയറ്റി ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കൈക്കുഴിയുടെ കുഴിച്ച് വെട്ടിട്ട് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ടക്കിൻ്റെ അളവാണ് അല്ലേ. ടക്ക് നമുക്ക് ഒരു 10.5
വേണ്ടത്. അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പോൾ എത്ര വേണം നമുക്ക്. നമുക്കൊരു 10 ടക്കിൻ്റെ അളവ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ ഇവിടെ പിടിച്ചിട്ട് ഈ 10ലേക്ക് ഒരു മാർക്ക് കൊടുത്തിട്ട് നമ്മുടെ സ്കെയിലെടുത്ത് നേരെ ഒരു ലൈൻ വരയ്ക്കാം. ലൈൻ വരയ്ക്കുക. ഈ സിമ്പിൾ മെത്തേഡാണിത്. ഈ മെത്തേഡിൽ നമ്മൾ ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്താൽ സൂപ്പറായിരിക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ടക്കിൻ്റെ ഇറക്കം നമുക്കൊരു 3 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക. വീണ്ടും അവിടെ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ടക്കിൻ്റെ ഒരു 4 ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. അതുപോലെ അടിയിലും നമുക്കൊരു 4 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുത്തിട്ട് ഇത് രണ്ടും തമ്മിൽ കൂട്ടി വരയ്ക്കാം. കാരണം നമ്മുടെ ടക്കിൻ്റെ പോയിന്റ്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ വണ്ണം കണ്ടുപിടിക്കണം അല്ലേ. വണ്ണം കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് എടുക്കുക. നമുക്കിവിടെ വണ്ണം ബ്രസ്റ്റിൻ്റെ അളവിൻ്റെ വണ്ണം വേണ്ടത് 36 നമുക്ക് വേണ്ടത്. അപ്പോൾ 36ൻ്റെ 4-1 എടുക്കാം. 36ൻ്റെ 4-1 എടുക്കുമ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. 36ൻ്റെ 4-1 9 ഇഞ്ച് കിട്ടും. ഈ 9 അപ്പോൾ ഇതിൻ്റെ മൊത്തം നമുക്ക് 36 വരണം. അപ്പോൾ ഫ്രണ്ട് വശം നമ്മൾ 9 എടുത്താലും ബാക്കിൽ ഈ ടക്കിൻ്റെ ഇറക്കം എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്ത് 10. ഇവിടെ നമ്മൾ നോക്കണം നമുക്ക് എത്ര ഇഞ്ച് വന്നിട്ടുണ്ടെന്ന്. എത്ര വരും? നമുക്ക് ഇവിടെ 8.5 വന്നിട്ടുള്ളൂ. ശരിക്കും 9 വേണം. അപ്പോൾ നമുക്ക് ഇവിടെ 8.5 വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ബാലൻസ്, ഈ 9ലേക്കുള്ള ബാലൻസ് ഫ്രണ്ട് പീസിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം 8.5 9. അപ്പോൾ നമുക്ക് ഇവിടെ 9 വന്നേക്കണം. 9ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി ചേർക്കുമ്പോൾ 9.5-ൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ലൈൻ വരയ്ക്കാം. ഒരു 1.5 ഇഞ്ച് തയ്യത്തും കൂടി ഇട്ടിട്ട് ഇവിടെ ഫുള്ള് ലൈൻ വരയ്ക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് ടക്ക് കണ്ടുപിടിക്കുക? ടക്ക് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഈ ലൈൻ ഉണ്ടല്ലോ, ബ്രസ്റ്റിൻ്റെ ഈ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 10 കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ അടിവശം വേസ്റ്റ് റൗണ്ട് ഇത് എത്രയാണോ അത് മൈനസ് ചെയ്യാം. 7ൽ നിന്ന് 10 കൊടുക്കുമ്പോൾ ഒരു 3.3 വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2 ലൈനും ഈ പോയിന്റിലേക്ക് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ടക്കിൻ്റെ മാർക്കിങ്. ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ഈ ടക്കിൻ്റെ ഈ പോയിന്റിൽ നിന്നായിരിക്കണം ബാക്കി എല്ലാ ടക്കും നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ 2 ഇഞ്ച് കൈക്കുഴിയിലേക്ക് പോവുക. ഇവിടെ നേരെ 2 ഇഞ്ച് കൈക്കുഴിയിലേക്ക് ഒരു മാർക്കിങ് കൊടുക്കുക. സൈഡ് ടക്കിന് വേണ്ടി 2 ഇഞ്ച് മാർക്കിങ് കൊടുക്കുക. ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്കിങ് കൊടുക്കുക. ഇതായിരിക്കണം നമ്മുടെ ടക്കിൻ്റെ അടയാളം. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു 1 ഇഞ്ചിൻ്റെ അടുത്തൊന്ന് ചെരിച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് റിഗാർഡ് സ്കെയിൽ വയ്ക്കുക. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്രണ്ടിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് കട്ടിങ് കൊടുക്കണം. കട്ടിങ് വരുന്നത് നമ്മുടെ ഈ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ഏകദേശം ഒരു 7.5 വേസ്റ്റ് റൗണ്ട് വരുന്നതിൻ്റെ അതിവിടെ മാർക്ക് ചെയ്യുക. ഏകദേശം ഒരു 3.5. ശരി കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് എത്രയാണോ
10 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ സൈഡ് മൈനസ് ചെയ്യണം 7. അപ്പോൾ കറക്റ്റ് 3 നമുക്ക് കട്ടിങ്ങിൻ്റെ അളവ് കിട്ടുക. അപ്പോൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു 3.5 നമ്മൾ കട്ടിങ് മാർക്ക് ചെയ്യാം. ഏകദേശം 3.5 നമുക്ക് ഇവിടെ കട്ടിങ് മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ മാർക്കിൽ നിന്ന് ഇങ്ങനെ വരച്ചെടുക്കാം. കട്ടിങ് കറക്റ്റായിട്ട് വന്നു. കണ്ടോ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മളിത് നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കട്ടിങ് ഞാൻ ഇതിലിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. കാരണം എനിക്ക് സ്ലീവിന് ലെങ്ത്ത് കുറവായിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ കട്ടിങ്ങുമ്പോൾ ഞാൻ വേറൊരു പീസിൽ നിന്നായിരിക്കും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ മാത്രം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഞാൻ ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം ഇവിടുന്ന്. അപ്പോൾ ഒരു 2 പോയിന്റ് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ലൂസാവില്ല, കഴുത്ത് നല്ല ടൈറ്റിലിരിക്കും. കണ്ടോ, ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് വശം കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഓരോ പോയിന്റുകളും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടക്ക് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഒന്ന് നോച്ചിട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് ടക്കടിക്കാൻ പറ്റും. മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു പിന്നോ ഒരു സൂചി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് മാർക്കിങ് കിട്ടും. അങ്ങനെ എല്ലാത്തിൻ്റെയും കുത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് മാർക്കിങ് കറക്റ്റ് ടക്ക് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? മടക്കിയിടുക. അതിന് ശേഷം ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. ഒന്ന് ലെവലാക്കുക. ഫസ്റ്റ് തന്നെ ഒന്ന് ലെവലാക്കിയിട്ട് ഒരു 2 സൈഡിൻ്റെ തയ്യൽ തുമ്പ് എന്ന രീതിയിൽ നമുക്ക് ഏകദേശം ഒരു 1 ഇഞ്ചിൻ്റെ അടുത്ത് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കാം. ഇത് ലൈനിങ് ബ്ലൗസ് ആണ്, അതുകൊണ്ടാണ് 1 ഇഞ്ച്. അപ്പോൾ മടക്കി നോർമൽ ബ്ലൗസ് ആണെങ്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളൊരു 1.5 ഇഞ്ച് 2 ഇഞ്ചിൻ്റെ അടുത്ത് നമ്മളൊന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് വേണ്ടത് 9 ആണ്. 9 അവിടെ ഒരു ലൈൻ വരയ്ക്കുക. വരച്ചതിന് ശേഷം നമുക്ക് റിഗാർഡ് എത്രയാണ് വേണ്ടത്? 8.5. ജസ്റ്റ് ഒന്ന് നോക്കുക. 1/2 ഇഞ്ച് കുറച്ച് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ചിൽ ഇവിടെ ഇറക്കിയൊരു മാർക്കും കൊടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് 3.5ലേക്ക് കൊണ്ടുപോവാം. എന്നിട്ട്